പ്രാണികളും താഴേക്ക് വീണു. അപ്പോൾ അയണിന് ആരാണ് ഊർജം നൽകിയത്? മാഗ്നറ്റ് തന്നെ. ഇതൊരു നാച്ചുറൽ മാഗ്നറ്റ് ആണെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങൾ കരുതുന്നത് പോലെ ഒരു സാധാരണ മാഗ്നറ്റ് അല്ല. ഇത് വളരെ ധ്രുവീകരിക്കപ്പെട്ട പ്രകൃതിദത്തമായ നിയോഡൈമിയം എന്ന അപൂർവ ആർട്ട് ബയോമാഗ്നറ്റ് ആണ്. ഇതിന് പാർശ്വഫലങ്ങൾ ഒന്നും തന്നെയില്ല. ഭൂമിയിൽ നിന്ന് 600-700 അടി താഴ്ചയിൽ നിന്ന് നമുക്കിത് ലഭിക്കുന്നു. ഇതുകൊണ്ട് ഞങ്ങൾ സ്പെഷ്യൽ കസ്റ്റമൈസ്ഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. മാഗ്നറ്റിക് മാട്രസ്, വാട്ടർ എനർജി പാഡ്, ജംബോ ബ്രേസ്ലെറ്റ് എന്നിങ്ങനെ 30 മുതൽ 32 വരെ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിക്കുന്നു. 15 മുതൽ 16 വർഷക്കാലമായി ഞങ്ങൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ മാഗ്നറ്റ് വളരെ നാച്ചുറലാണ്, ഒരു സൈഡ് ഇഫക്റ്റുമില്ല. കുട്ടിക്കാലത്ത് നമ്മൾ ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇലക്ട്രിക്കൽ ചാർജുള്ള മാഗ്നറ്റുമായി ഒരുപാട് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് ആ മാഗ്നറ്റിനെ കുറിച്ചല്ല. ഇത് വളരെയധികം വ്യത്യാസമുണ്ട്. ഇത് വളരെ ധ്രുവീകരിക്കപ്പെട്ട പ്രകൃതിദത്തമായ നിയോഡൈമിയം എന്ന ഭൂമിയിലെ അപൂർവമായ മാഗ്നറ്റ് ആണ്. ഇത് ഭൂമിയിൽ നിന്ന് 700 മുതൽ 800 അടി വരെ താഴ്ചയിൽ കണ്ടുവരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പവർഫുൾ ആയ ഒരു മാഗ്നറ്റ് ആണ്. വ്യത്യസ്ത വലുപ്പത്തിലുള്ള വിവിധ തരത്തിലുള്ള മാഗ്നറ്റുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവയെല്ലാം വളരെ വ്യത്യസ്ത വലുപ്പത്തിലുള്ളതാണ്. ഇലക്ട്രിസിറ്റി നമ്മൾ ആംബിയർ എന്ന അടിസ്ഥാനത്തിലാണ് അളക്കുന്നത്. അങ്ങനെ മാഗ്നറ്റിനെ നമ്മൾ ഗോസ് മീറ്റർ കൊണ്ട് അളക്കുന്നു. എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഗോസ് മീറ്റർ ഉണ്ട്. ഈ ഗോസ് മീറ്റർ ഓൺ ചെയ്ത്